നവംബർ 7-നാണ് ഞാൻ ബഹ്റൈനിലെത്തിയത്. ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം ആവാനായി. ഇവിടുത്തെ ജീവിതത്തോട് പൊരുത്തപ്പെട്ട് പോകുന്നു മുന്നോട്ട്. ഫ്രൈഡേ ആണ് നമ്മൾ പുറത്തിറങ്ങുന്ന ദിവസം ബഹ്റൈനിൽ. കാരണം ലീവായിരിക്കും ഹസ്ബൻഡിന്. സോ ഒരു എൻറ്റയർ ഡേ കിട്ടുന്നതോടുകൂടി തന്നെ റെസ്റ്റ് എടുത്ത് ഈവനിങ്ങിലൊക്കെ പുറത്ത് പോകാൻ നല്ല രസമാണ്. അങ്ങനെ പുറത്ത് പോയി നമ്മൾ ബഹ്റൈൻ കേരളീയ സമാജം കാണാൻ എന്നുള്ള പ്ലാനിൽ ഇറങ്ങി. ബസ് പിടിച്ച് സൽമാനിയ എന്നുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. നടക്കുന്ന വഴിക്ക് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈവനിങ് ചായ കുടിക്കാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം എന്നാൽ ചായയും എന്തെങ്കിലും പലഹാരമൊക്കെ കഴിച്ചാൽ ഒന്ന് ആശ്വാസമാവും കരുതി 2 വടയും 2 ചായയും കുറച്ച് ചട്നിയൊക്കെ കഴിച്ചു. വളരെ ടേസ്റ്റി ആയിരുന്നു. ക്രിസ്പി ആയിട്ടുള്ളൊരു വടയായിരുന്നു. വെൽക്കമിങ് ആയിട്ടുള്ളൊരു ചേട്ടനായിരുന്നു. നമ്മൾ സമാജത്തിലെത്തി. എനിക്കിതൊരു പുതിയ എക്സ്പീരിയൻസാണ്. ഞാനങ്ങനെ പുറത്ത് നിൽക്കാത്തത് കൊണ്ടും പുറത്തുള്ള കമ്മ്യൂണിറ്റീസ് എങ്ങനെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത് വളരെ നല്ലൊരു കാര്യമായി തോന്നി. ഫുൾ മലയാളീസായിരുന്നു ചുറ്റും. പുസ്തകോത്സവമാണ്. അതെൻ്റെ ഒരു ഏരിയയാണ്. പുസ്തകം എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ ഒരു വെറോഷ്യസ് റീഡർ അല്ലെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുസ്തകത്തിൻ്റെ നടുവിൽ നിൽക്കാനും അത് പുതിയ പുസ്തകങ്ങൾ വായിക്കാനും ഓരോ റൈറ്റേഴ്സിനെ കുറിച്ച് അറിയാനും അവരുടെ ചിന്താഗതി മനസ്സിലാക്കാനും. പിന്നെ നമ്മുടെ ചുറ്റും റീഡേഴ്സാണ് അല്ലേ, വളരെ നന്നായിട്ട് റീഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണല്ലോ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വരുന്നത്. അവർ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ പേര്. അപ്പോൾ കുട്ടികൾക്ക് പുസ്തകത്തിനോടുള്ള ഇഷ്ടം ഇപ്പോഴും ഉണ്ട് എന്നറിയുന്നത് ഒരു സന്തോഷമാണ് അല്ലേ. നമ്മുടെ ഈ കാലഘട്ടത്തിലും ചെറിയ കുട്ടികൾക്ക് പുസ്തകത്തിനോട് ആരാധനയും അവരെ പുസ്തക പ്രേമികളായിട്ട് തന്നെ വളരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മളിപ്പോൾ ഒരു മീഡിയ എംഫസിസ്ഡ് ആയിട്ടുള്ള ഫുൾ ഫോക്കസ്ഡ് ഓൺ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് കുറച്ചും കൂടിയും ഇങ്ങനത്തെ പുസ്തകത്തിനോടുള്ളൊരു പ്രേമമൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതെനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കുട്ടികൾ ഓടി നടന്ന് പുസ്തകം എടുക്കുന്നതും അവരതിനെക്കുറിച്ച് ഷെയർ ചെയ്യുന്നതും അല്ലെങ്കിൽ അവർക്ക് വായിക്കണമെന്ന് കൊതിയുള്ള പുസ്തകങ്ങൾ അവർ അവിടെ കാണുമ്പോൾ, പുസ്തകോത്സവത്തിൽ കാണുമ്പോൾ അവരുടെ മുഖത്തെ സന്തോഷവും ഇതൊക്കെ എന്നെ വളരെ സന്തോഷവതിയാക്കുന്ന കാഴ്ചകളാണ്. സോ ഐ ലവ് ദാറ്റ് എക്സ്പീരിയൻസ് ഓഫ് ബീയിങ് വിത്ത് കിഡ്സ് ആൻഡ് ബീയിങ് വിത്ത് ബുക്സ് ബോത്ത്. സോ വെൻ ദേ ആർ ടുഗെദർ ഇറ്റ്സ് സച്ച് എ നൈസ് എക്സ്പീരിയൻസ് അല്ലേ. നമ്മൾ അവർ ആസ്വദിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ദെൻ ഒരു അധ്യാപിക കൂടി ആയതുകൊണ്ട് ഓക്കെ നൈസ്, ഒരു നമുക്കൊരു പ്രചോദനമാണ്. ഓക്കെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് പുതിയ ഇൻഫോർമേഷൻസ് സീക്ക് ചെയ്യാൻ. സോ ദാറ്റ് ഇസ് സച്ച് എ ഗുഡ് പ്ലേസ് ടു ബി എന്നെനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ ഓരോ പുസ്തകങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് വളരെ കാര്യക്ഷമതയോടുകൂടി ഓരോ പുസ്തകം എടുക്കുന്നു, നോക്കുന്നു, മറിക്കുന്നു. എനിക്കത് കാണാനും ഇഷ്ടമാണ്. കാരണം നമ്മുടെ ലൈഫ് പാർട്ട്ണറും നമ്മുടെ പോലെ ക്യൂരിയസ് ആണ് ഓരോ കാര്യങ്ങൾക്ക് എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ. അപ്പോൾ ഹസ്ബൻഡ് ഓരോ പുസ്തകം എടുത്തിട്ട് ഇത് നോക്ക് പറഞ്ഞ് എനിക്ക് കാണിച്ചിട്ട് ഞാനും ഷെയർ ചെയ്തിട്ട് തിരിച്ചിത് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡിനും കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സോ നമ്മുടെ ടേസ്റ്റും ഒക്കെ നമുക്ക് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും. ഒപ്പം അവിടെ ഫുഡ് ഗാലറിയൊക്കെ ഉണ്ടായിരുന്നു. പൊറോട്ട, ബീഫ്, കപ്പ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചപ്പാത്തിയും ബീഫും മേടിച്ചിട്ട് കഴിച്ചു. ഒരു വീഡിയോ ആയിരുന്നു അതിന്. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് മേടിച്ച് 2 പേരും കൂടി ഷെയർ ചെയ്യുക. കാരണം വീട്ടിൽ നിന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് ഹെവി ലഞ്ച് ആയതുകൊണ്ട് നമുക്ക് ഒരു പ്ലേറ്റ് മതി നമ്മൾ തീരുമാനിച്ച് അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജിൽ നല്ല അടിപൊളി പാട്ടൊക്കെ കേട്ട് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചുറ്റും മലയാളികളാണ്, അവർ ആസ്വദിക്കുന്നത് കാണാം. ഒരു കമ്മ്യൂണിറ്റിയാണ് ഇവിടെ അല്ലേ. ഇവിടെ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ട്. പ്രകാശ് രാജ്, പിന്നെ അശ്വതി ശ്രീകാന്ത്, സൗമ്യ സെൻ അതുപോലത്തെ വിശിഷ്ട വ്യക്തികളൊക്കെ അലങ്കരിക്കുന്ന ഒരു സ്റ്റേജാണത്. അത് മാത്രമല്ല ചിത്ര ചേച്ചിയാണ് ഇവിടെ എല്ലാ വർഷം ഓണത്തിനും വന്ന് പാടുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എനിക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ച് കൂടുതലൊരു അറിവില്ലായിരുന്നു. പക്ഷേ ഇന്നലെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ എത്രത്തോളം നല്ല നല്ല കാര്യങ്ങളാണ് അവർ സംഘടിപ്പിക്കുന്നതെന്ന്. പിന്നെ അശ്വതി ശ്രീകാന്തിനെ കാണാൻ കഴിഞ്ഞു. അവരൊരു സെലിബ്രിറ്റിയാണ്. അവരെ കാണണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പോയപ്പോൾ. ഞങ്ങളിങ്ങനെ അറിഞ്ഞു ഇന്ന് വരുന്നത് അവരാണെന്ന് അറിഞ്ഞു. അങ്ങനെ അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി. ഒരു നല്ല ഡിസ്കഷനായിരുന്നു കേട്ടോ. വളരെ അടിപൊളി ഡിസ്കഷനായിരുന്നു. കുറേയേറെ ടോപ്പിക്സ്, റെലവൻ്റ് ആയിട്ടുള്ള കുറേ ടോപ്പിക്സ് ഇന്നലെ നമുക്ക്
ആളുകൾ നമ്മൾ സംസാരിക്കുന്നത് ആസ്വദിക്കാൻ പറ്റി. ഒരു വളരെ ഹെൽത്തി ഡിസ്കഷനായിട്ടാണ് തോന്നിയത്. പിന്നെ അശ്വതി ശ്രീകാന്തിൻ്റെ അവതരണവും കാര്യങ്ങളൊക്കെ ആദ്യമേ നമുക്ക് ഈ ഷോയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അത് അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യമായിട്ട് തോന്നി. നമുക്കെപ്പോഴും നമ്മുടെ ജനറേഷനിലുള്ള നമ്മളോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ സമപ്രായക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല അതിനെക്കുറിച്ച്, ബട്ട് സ്റ്റിൽ നമ്മുടെ ഒരു ജനറേഷനിലുള്ള ഒരാൾ വളരെ അറിവോടുകൂടി സംസാരിക്കുന്നത് കാണുമ്പോൾ എന്നെ വളരെ ഇൻസ്പയർ ചെയ്യുന്നൊരു കാര്യമാണത്. കാരണം നമുക്ക് ഇഷ്ടം പോലെ ഒരു നോളേജ് ട്രാൻസ്ഫറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഇൻസ്പിറേഷനും കൂടി. ഓക്കെ, അവിടെ ആ ഒരു ലെവലിൽ എത്തി, ആ ഒരു ഏജിൽ, സോ നമുക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ സ്ത്രീകളെക്കുറിച്ചുള്ള കുറേ വിഷയങ്ങൾ അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീ സ്വാതന്ത്ര്യം, സ്ത്രീകൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, അവരെങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോൾ എന്നുള്ള പല കാര്യങ്ങൾ. പിന്നെ ദാമ്പത്യം, ഡിവോഴ്സ്, ഇങ്ങനത്തെ കുറേ വിഷയങ്ങളെ കുറിച്ചിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ ആയിരുന്നു. എല്ലാവരും ഇൻട്രാക്ട് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ആയിട്ട് തോന്നി. ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ചെയ്താൽ കുറച്ച് കാര്യങ്ങൾ ചെറിയ സമയത്തിനുള്ളിൽ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും എന്ന് തോന്നാറുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഓട്ടം, എല്ലാത്തിൻ്റെ ഇടയിലുള്ള ഓട്ടം കുറച്ച് സ്ട്രഗ്ലിംഗ് ആണ്. പിന്നെ ആ ഓട്ടമാണ് ജീവിതത്തിൻ്റെ ആ ഒരു പേസ് എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതില്ലെങ്കിലാണ് ഒരു പ്രശ്നം. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് കുറച്ച് സ്ട്രെയിൻഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് എന്നാലും ഞാൻ ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ ഇതൊക്കെ ചെയ്യാൻ. അപ്പോൾ എനിക്ക് നാളെ ഒന്നും ചെയ്തില്ല, എനിക്ക് അതും കൂടെ ചെയ്യാമായിരുന്നു ഒരു റിഗ്രറ്റ് ഉണ്ടാവരുത്. റിഗ്രറ്റ് ഏറ്റവും മോശമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഉണ്ടാവരുതെന്ന് ഞാൻ മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടപ്പാച്ചിലാണ്. ഇന്നലെ സൗമ്യ സന്നി തന്നെ പറഞ്ഞത് ഒരേ വാചകം തന്നെ, നമുക്ക് ഒറ്റ ജീവിതമേ ഉള്ളൂ, ആ ജീവിതം ഫുള്ളായിട്ട് ജീവിച്ചു തീർക്കുക എന്നതാണ്. ഇന്നലെ സൗമ്യ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, 24 മണിക്കൂർ മതി ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ. പലർക്കും സമയമില്ല എന്നൊക്കെ നമ്മളൊരു എക്സ്ക്യൂസ് പറയുന്നതാണ്. 24 മണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം. പക്ഷേ പാഷൻ ഉണ്ടായിരിക്കണം. നമുക്ക് പാഷൻ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം പെട്ടെന്നാണ് ശരിയാ പറഞ്ഞു. വളരെ ഡെവലപ്പ് ചെയ്തു, സമയങ്ങൾ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പം തന്നെ മാം പറയാണ് ക്വാളിറ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 9 കഥകൾ ഒരു മാസം കൊണ്ട് എഴുതുമ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ആകത്തുക നിങ്ങൾ കണക്കാക്കി? രണ്ട് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ചേർത്ത് പറയുന്നത്, ഇന്ന് ബഹറിൽ ഒരു ചർച്ച നടക്കുന്നത് സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടുന്നില്ല, മുന്നോട്ട് വരുന്നില്ല. പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എന്ത് നിർദ്ദേശമാണ് അതിനവർക്ക് കൊടുക്കാൻ? ആദ്യത്തെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഞാൻ ആ സമയം കൊടുത്തപ്പോൾ, ഒരു മാസം കൊടുത്തപ്പോൾ ഞാൻ ഏറ്റവും അധികം സമയം കൊടുത്തത് എഴുത്തിനാണ്. അപ്പോൾ ആ സമയത്ത് സത്യത്തിൽ എനിക്ക് ഷൂട്ടുള്ള സമയമായിരുന്നു. പക്ഷേ ഷൂട്ടിനാണെങ്കിൽ പോലും ടേക്ക് കഴിഞ്ഞിട്ടുള്ള എനിക്ക് കിട്ടുന്ന ബ്രേക്ക് ടൈമിൽ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടിരുന്ന് എഴുതുകയായിരുന്നു. ആ ഒരു മാസം ഞാൻ ഏറ്റവും അധികം ക്വാളിറ്റി ആയിട്ട് ടൈം കൊടുത്തിട്ടുള്ളത് എഴുത്തിനാണ്. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയത്. പക്ഷെ ആ കഥകളുടെ ത്രെഡൊന്നും ആ ഒരു മാസത്തിനിടയിൽ ഉണ്ടായതല്ല. അത് പലപ്പോഴായിട്ട് നമ്മൾ തലയിൽ ഇങ്ങനെ കൊണ്ടു നടന്നത്, മനസ്സിൽ കൊണ്ടു നടന്നത്, മൊബൈലിൻ്റെ നോട്ട് പാഡിൽ ഇങ്ങനെ സ്ക്രിബിൾ ചെയ്തിട്ടിരുന്നത്, എന്തെങ്കിലും എഴുതണമെന്ന് വിചാരിച്ചിട്ടിരുന്നതെല്ലാം ആ സമയത്ത് ആ സമയം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ എഴുതാൻ പറ്റി. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ എഴുതാനെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിനി ജീവിതത്തിൽ എഴുതാൻ പറ്റില്ല, ആ ഫ്ലോ എന്നതേക്കുമായിട്ട് പോയി എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ എഴുതി തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നില്ല, അങ്ങനെയുണ്ടോ? അവസരം കിട്ടുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ വാദിക്കുന്ന ആളുകൾ കുറവാണ്. കഴിഞ്ഞ പുറത്തായുള്ള ആളുകൾ പുറത്തുണ്ട്. ആണോ? അവരെ കൂടെ വിളിച്ചാലോ? ഇല്ല, അവരെ കൂടെ വന്നിട്ടില്ല. അവസരം, സ്ത്രീകൾക്ക് അവസരം കിട്ടാതിരിക്കാൻ നമ്മൾ പഴയ ഒരു കാലഘട്ടത്തിലല്ലല്ലോ ജീവിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഒരുപാട് സ്ത്രീകൾ നമ്മൾ പറയും, നമ്മൾ ജനറലി നമ്മൾ പാട്രിയാർക്കലായിട്ടുള്ളൊരു വേൾഡിലാണ് ജീവിക്കുന്നത്. അതിപ്പോൾ നമ്മുടെ കേരളത്തിലെ കണ്ടീഷനോ ഇന്ത്യയിലെ കണ്ടീഷനോ ഒന്നുമല്ല, വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ പാട്രിയാർക്കൽ സൊസൈറ്റി ആയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തണം എന്നുള്ളൊരു തോട്ടിൽ നിന്ന് ഒക്കെ എല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടും സ്ത്രീകൾക്ക് അവസരങ്ങൾ കിട്ടാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഈ പറഞ്ഞ പോലെ അവസരങ്ങൾ കിട്ടാൻ തുടങ്ങുന്നത് ഫൈറ്റ് ചെയ്ത് മേടിക്കാൻ വോയിസ് ഉള്ളവളായിട്ട് മാറിയിട്ടുണ്ട് ഇന്നത്തെ സ്ത്രീ. അതുകൊണ്ട് അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നതിനോട് നമ്മൾ അവസരത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നിടത്ത് ഫൈറ്റ് ചെയ്യണം, സംസാരിക്കുന്നിടത്ത് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ വ്യക്തിമായിരിക്കാൻ ഭയങ്കര ഈസിയാണ്. എനിക്കൊന്നും കിട്ടുന്നില്ല, അവരത് ചെയ്തു തരാത്തതുകൊണ്ട് എനിക്ക് നടന്നില്ല, എനിക്ക് സംസാരിക്കാൻ സ്പേസ് കിട്ടിയില്ല, മൈക്ക് കിട്ടിയില്ല
പിന്നെ ഈ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് ശബ്ദം ഉയർത്താനുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഒരു പരിധി വരെ അതൊരു വിക്ടിം എന്നുള്ള സേഫ് സ്പേസിൽ ഇരിക്കാനുള്ളൊരു അതുകൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതർവൈസ് വി ആർ ഫൈൻ. ഓക്കെ, അത് കേട്ടല്ലോ രമ്യ, അനിയെ കേട്ടല്ലോ. പുറത്ത് വന്നു, മോനെ കൂടെ നകത്ത് വിളിക്കണം. അപ്പോൾ ഇതാണ് ഇന്നലെ ഇവിടെ എക്സ്പ്രസ് ചെയ്യപ്പെട്ട വികാരം ഇത് തന്നെയാണ്. അതായത് ഞങ്ങളോട് പുരുഷന്മാരോട് സൗമ്യയ്ക്ക് കുറെ സഹതാപമുണ്ടെന്ന് പോലെ പറഞ്ഞു. ചില പുരുഷന്മാരോട്, കാരണം അവസരങ്ങളുണ്ട്, ഇത് തന്നെയാണ് പറയുന്നത്, അവസരങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ ഇന്നലെയും സൗമ്യ പറഞ്ഞത്. അവസരങ്ങളുണ്ട്, അവസരങ്ങളില്ലാത്തതല്ല. എല്ലാ ഫീൽഡിലും ചിലപ്പോൾ അവസരങ്ങൾ കുറവായിരിക്കാം. ഉള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അടുത്ത ചോദ്യം പറഞ്ഞേട്ടോ. ആദർശ് വിടുതൽ എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം കാണാൻ പരിചയപ്പെട്ടത്. ശ്രീകാന്തിനെ ഇവിടെ സ്ക്രീനിൽ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നാണ്. പക്ഷേ അശ്വതി ഇൻഫ്ലുവൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ റോൾ മോഡൽസ് ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ കഴിയുമോ? എനിക്കങ്ങനെ ഒരു വ്യക്തിയായിട്ട് പറയാനില്ല. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ളതും കടന്നു പോയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരാളുടെ ലൈഫ് കംപ്ലീറ്റ് എനിക്ക് അതേപടി പകർത്തണം എന്ന് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എല്ലാ മനുഷ്യർക്കും അവരവരുടേതായിട്ടുള്ള ഫ്ലോസും പിന്നെ അവരെന്തായി തീർന്നിട്ടുണ്ടോ അത് അവരുടെ സാഹചര്യവും സിറ്റുവേഷൻസും അവർ കടന്നു പോയിട്ടുള്ള മനുഷ്യരെ കൂടെയൊക്കെയാണ് അവരുടെ അനുഭവങ്ങളും ക്വാളിറ്റിയും ഒക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് അത് തന്നെ വേണമെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ പല ആളുകളിൽ നിന്നുള്ള പലതും കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അതിലൊരു നല്ല എലമെന്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് മനുഷ്യർ ഉണ്ട്. അതെൻ്റെ അമ്മ മുതൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞു വരെ അങ്ങനെയാണ് ആ ഒരു സൈക്കിൾ. അപ്പം ഇവിടുന്നൊക്കെ ഞാനിങ്ങനെ അഡാപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരുപാട് ക്വാളിറ്റീസ് കണ്ടിട്ടുണ്ട്. ഇത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരിലും നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു എലമെന്റ് അവർക്കൊക്കെ ഷെയർ ചെയ്യാനുണ്ടാവും. അങ്ങനെയാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഇങ്ങനെ ഒരു റോൾ മോഡൽ അങ്ങനെ വിചാരിക്കുന്ന അറിയില്ല. താങ്കൾ മുമ്പ് യുവജനോത്സവങ്ങളിൽ കവിത എഴുതുമായിരുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോളേജിൽ മാഗസിൻ എഡിറ്ററായിരുന്നു. തുടർന്ന് ഈ മീഡിയ രംഗത്തേക്ക് മാറുകയും അച്ഛൻ പ്രവാസിയായിരുന്നു കേട്ടിട്ടുണ്ട്. അതുപോലെ പ്രവാസ ജീവിതമായിരുന്നു താങ്കളുടെ എഴുത്തുകാരിയെ വീണ്ടും തിരികെ കൊണ്ടുവന്ന ഒരു ഇൻ്റർവ്യൂവിൽ വായിച്ച പോലെ തോന്നി. പ്രവാസ ജീവിതം എത്രത്തോളം താങ്കളുടെ എഴുത്തിനെ വിപുലീകരിക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? സത്യം പറഞ്ഞാൽ പ്രവാസത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എഴുത്തുന്നൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആർജയായിട്ട് ദുബായിൽ ചെന്നുപെടുന്നത്. ചെന്നുപെടുന്നതെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ സത്യത്തിൽ ശരിക്കും ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള പോലെയാണ് ഒരു ജോലി കിട്ടി വിദേശത്തേക്ക് പോകുന്നത്. അതും വിവാഹത്തിന് മുന്നേ ഒരു പെൺകുട്ടി ജോലി കിട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നും ഇപ്പോൾ പേരൻസ് പറയും കല്യാണം കഴിഞ്ഞിട്ട് നീ എവിടെ വേണമെങ്കിലും പോകും എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് 12 വർഷം മുന്നെയാണ്, 13 വർഷം മുന്നേ. അന്നപ്പോൾ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എൻ്റെ പേരൻസ് സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ എത്തി. പക്ഷെ ദുബായിൽ എത്തി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ എനിക്ക് നാടിൻ്റെ എലമെൻറ്റ്സ് സ്വാഭാവികമായിട്ടും മിസ് ചെയ്യാൻ തുടങ്ങി. കാര്യം ഞാൻ മലയാളത്തിലാണ്, എൻ്റെ ഭാഷയിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, മലയാളമാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും കുറേ എലമെൻറ്റ്സ് നാടിൻ്റെ മിസ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഇത് ഞാൻ ഇടയ്ക്ക് കോട്ട് ചെയ്യാനുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ട്. അതല്ലാതെ ഒരു ജീവൻ പോലും ഇല്ല. ഒരു ജീവൻ എന്ന് വെച്ചാൽ അതെന്താ വെച്ചാൽ മറ്റേ പെസ്റ്റ് കൺട്രോളുകാരൻ വന്നിട്ട് കംപ്ലീറ്റ് പെസ്റ്റ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഉറുപ്പില്ല, പാറ്റില്ല, പല്ലില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ലൈഫ് അവിടെ ഇല്ലാത്തതിൻ്റെ ശൂന്യത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ആ സമയത്ത് അതാണ് എനിക്ക് തോന്നുന്നത്, ആ ഒരു തോട്ട് ഉണ്ടല്ലോ, ഞാനല്ലാതെ ഈ ഭൂമിയിൽ അവിടെ ആ സമയത്ത് ഒരു ജീവനില്ല എനിക്ക് ആക്സസ് ചെയ്യാൻ. അപ്പോൾ കുളിമുറിയുടെ സൈഡിലൊക്കെ വന്നിരിക്കുന്ന തവള ഉണ്ടാവുമല്ലോ നാട്ടിൽ, അതിന് ഒരു സമയത്ത് പേടിച്ചിരുന്നു. പക്ഷെ അതെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ജീവൻ്റെ കൂട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു ഫീലൊക്കെ വന്നു. അങ്ങനെ വന്നപ്പോഴാണ് ആ പണിക്കിടക്കുന്ന നേരെ എണീറ്റിരുന്നിട്ട് ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും എഴുതണം തോന്നി. അപ്പോഴാണ് ഒരു കാലത്ത് മടക്കി വെച്ച് എടുത്ത് പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്തത് അവിടെ നിന്നാണ്. പിന്നെ ഇതൊരിക്കലും അങ്ങനെ ലോങ് ടൈമിലേക്ക് നിർത്തിയിട്ടില്ല, എല്ലാ സമയത്തും എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പ്രവാസ ജീവിതമാണ് അത്, ആ സ്പാർക്ക് വീണ്ടും ഉണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നത് പ്രവാസ ജീവിതമാണ്. നമ്മുടെ ആക്ട്രസ്സാണ്, റൈറ്ററാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. സോ ഇതിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ട് തോന്നിയത് എന്നാണ് ഇത് പറയുന്നത്. അയ്യോ അങ്ങനെ ചോദിച്ചത് ഇതെല്ലാം ഞാനാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആവുന്നത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. അത് എന്നോട് ആൾക്കാർ വന്നിട്ട് ചോദിക്കും
കുറച്ച് മോട്ടിവേഷൻ തരുമോ എന്നൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ മോട്ടിവേഷൻ സ്പീക്കർ ആണോ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഞാനൊരു മോട്ടിവേഷൻ കോണ്ടന്റ് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ലൈഫ് എന്നുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ആർക്കെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷനായിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ, അല്ലാതെ എൻ്റെ പർപ്പസ് അതൊന്നും അല്ല സത്യത്തിൽ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം എഴുത്തായിരിക്കും. എഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഞാൻ കംപ്ലീറ്റ് ആവുന്നത് ആ ഫീല് തരുന്നത് എഴുത്താണ്. അഭിനയം അത് ചെയ്യുന്ന സമയത്ത് സന്തോഷമാണ്, പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി കുറേ നൂലാമാലകളുണ്ട്, അതെനിക്ക് ഇഷ്ടമല്ല സത്യത്തിൽ. ബിക്കോസ് അതിന് വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ട്. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. ഇതിൻ്റെ ടൈമിങ്ങുകൾ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരിക്കും. ഇപ്പോൾ ആ മന്ദാകിനി സിനിമയൊക്കെ ചെയ്ത സമയത്ത് ത്രൂ ഔട്ട് 1 month ഫുള്ള് നൈറ്റ് ആയിരുന്നു ഷൂട്ട്. അപ്പോൾ എനിക്ക് കുട്ടികളെ എടുത്ത് മാറി നിൽക്കാനുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഒന്നും ചെയ്യണ്ട എന്നൊക്കെ വിചാരിച്ച മൊമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും ഞാൻ ഏറ്റവും പാഷനോടെ ചെയ്യുന്നൊരു കാര്യം യെസ് ഓഫ് കോഴ്സ് അത് എഴുത്തായിരിക്കും. ആൻഡ് ഇപ്പോൾ കഴിഞ്ഞൊരു 3 വർഷമായിട്ട് ഞാനൊരു ലൈഫ് കോച്ച് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ ക്ലയൻസ് ഉണ്ട്. അപ്പോൾ മിക്ക ദിവസങ്ങളിലും സെഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്, ഒരുപാട് പേരുടെ കഥകൾ കേൾക്കാറുണ്ട്, അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഞാൻ ഭയങ്കര പാഷനോടെ ചെയ്യുന്നൊരു കാര്യം. ലൈഫ് കോച്ച് എന്ന് പറയുന്നത് എന്താ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേക്ക്. എന്താണ് ലൈഫ് കോച്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് താങ്കൾ ചെയ്യുന്നത്? ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ പുതിയൊരു പ്രൊഫഷനാണ്. ഇന്ത്യയിൽ പുതുതാണെന്നേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ പുതുതെന്ന് പറഞ്ഞാലും കുറച്ചധികം വർഷങ്ങളായി നമുക്ക് ഫെമിലിയറായി വരുന്നതേ ഉള്ളൂ. ലൈഫ് കോച്ചിന് സർട്ടിഫിക്കേഷൻ വേണ്ട ഒരു പ്രൊഫഷനാണ്. ഇൻ്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ നിന്ന് ഞാൻ സർട്ടിഫൈഡ് ആയിട്ടുണ്ട്. അവരുടെ ഒരു ലെവൽ 2 സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ കോച്ചാണ്. അപ്പോൾ ലൈഫ് കോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ പേര് കേൾക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പഠിപ്പിക്കുന്നതാണ്, അങ്ങനെയൊന്നുമല്ല. ആക്ച്വലി ഒരാളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവരെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മിററിംഗ് ആണ്. എവിടെ അവർ നിൽക്കുന്നതെന്നുള്ളത് മിറർ ചെയ്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി നമ്മൾ ചെയ്യുക. ആൻഡ് അതൊരു തെറാപ്പിയൊന്നും അല്ല, പക്ഷെ അവരെ നിൽക്കുന്ന പോയിന്റിൽ എന്താണ് സ്റ്റക്കായി നിൽക്കുന്നതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കാൻ, അവർക്കൊരു ഗോൾ സെറ്റ് ചെയ്യാൻ, അവരെ മുന്നിലേക്ക് നടക്കാനുള്ള ഗൈഡൻസ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ഒരു ലൈഫ് കോച്ച് ചെയ്യുക. ആൻഡ് ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണറായിട്ട് അവരുടെ ഗോൾ എത്തുന്നവരെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഒരു ഗോള്, എനിക്കൊരു സിനിമ ചെയ്യണം എന്ന ആഗ്രഹമായിട്ട് നടക്കുകയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിലും ലൈഫ് കോച്ചിനെ കാണാം. പക്ഷെ എനിക്ക് സ്റ്റക്കാണ്, എനിക്ക് ചിലപ്പോൾ ആൾക്കാരോട് പോയി സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് ഒരാളുടെ അടുത്ത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിക്കും, എന്താണ് നിങ്ങൾക്ക് ആ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഫാക്ടർ. അങ്ങനെ ഒരുമിച്ച് സംസാരിച്ച് അത് എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾ ആ ഒരു ഗോളിലേക്ക് എത്തുന്നത് വരെ കണ്ടിന്യൂസ്ലി കൂടെ നിൽക്കുന്ന ഒരാളാണ് ലൈഫ് കോച്ച്. എന്തായാലും എനിക്കൊന്ന് അശ്വതിക്ക് ഇവിടെ കുറേ ക്ലയൻസിനെ കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, നമുക്ക് ഓൺലൈനിലും സർവീസ് ഉണ്ട്. ഏജ് ഗ്രൂപ്പിലെ അങ്ങനെയുള്ള ആളുകളാണ് ഈ ലൈഫ് കോച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മുടെ മാത്രം എടുക്കല്ല അതൊന്നും. പിന്നെ സീരിയലിലൊന്നും അവസാനം കട്ട് പറയില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു സീരിയലിന്റെ അവസാനം കട്ട് പറയില്ല, നമുക്കത് എത്ര വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അവർ എഡിറ്റിൽ പിടിച്ചോളൂ എന്ന് പറയും. അപ്പോൾ ബാക്കി എഡിറ്റേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. പക്ഷെ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ പ്ലേ അറൗണ്ട് ചെയ്യാനുള്ളൊരു സ്പേസ് തരാറുണ്ട്. എൻ്റെ ഒരു അനുസരിക്കുന്നതാണ്. ഞാൻ ചക്കപ്പഴം സീരിയലിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ്. സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഫാമിലി സീരിയൽ കാണുന്നതാണ്. അപ്പോൾ കുറേ നാളായി കണ്ടിട്ട് കണ്ടിന് വേണ്ടി ഇപ്പോൾ ഉണ്ടോ ഇല്ലെന്ന് അറിയാം. അതൊരു 2 സീസൺ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് നിർത്തിയതാണ്. ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിയില്ല. ബിക്കോസ് ആർട്ടിസ്റ്റുകളൊക്കെ വേറെ ഓരോ പ്രോജക്റ്റുകളൊക്കെ ആയിട്ട് മൂവ് ഓൺ ചെയ്തു. ഇനിയിപ്പോൾ ഒരു മടങ്ങി വരും ഉണ്ടാവുമെന്ന് അറിയില്ല. അതിനെക്കുറിച്ചുള്ള അഭിപ്രായത്തിനപ്പുറത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ മെയിൻ സ്ട്രീം ടെലിവിഷനിൽ വരുന്ന കോണ്ടന്റുകൾക്ക് ഒരു സെൻസറിങ് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് തീർച്ചയായിട്ടും. കാരണം നമ്മൾ വീട്ടിൽ കുടുംബമായിട്ടുണ്ട് കുട്ടികളായിട്ടുണ്ട് കാണുന്നതാണ്. ഇപ്പോൾ സിനിമയ്ക്കാണെന്നുണ്ടെങ്കിൽ പോലും കുട്ടികളെ കാണിക്കാവുന്നതും കാണിക്കാൻ പാടില്ലാത്തതും ഒരു സെൻസറിങ് ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ അറിയാം നമ്മൾ കുട്ടികളെ കൂടെ കൂട്ടുന്ന പടമാണോ അല്ലെന്നുള്ളത്. പക്ഷെ മെയിൻ സ്ട്രീം ചാനലിൽ വരുന്ന കോണ്ടന്റ് അങ്ങനെയല്ല. നമ്മൾ രാവിലെ വൈകുന്നേരം വരെ ചിലപ്പോൾ പ്രത്യേകിച്ച് പ്രായമായ ആളുകളൊക്കെ ഉള്ള വീട്ടിൽ ഇതെപ്പോഴും ഓണായിരിക്കും. അപ്പം ഇതിനകത്ത് പറയുന്ന ചില കോണ്ടന്റുകൾ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ, വളരെ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ക്രൂക്കലാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില എലമെന്റ്സ് ഉള്ളപ്പോൾ അത് കുട്ടികളെ എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ എപ്പോഴും അവരിങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇങ്ങനെ നിൽക്കുന്ന
കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് മെയിൻ സ്ട്രീം ചാനൽ ശരിക്കും വരുന്നതൊക്കെ അഡൽട്ട് കോണ്ടന്റ് ആണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടൊരു ഗൈഡ് ലൈൻ വെക്കണം, ഒരു സെൻസറിന് ആവശ്യമുണ്ട്. അത് എത്ര ഡിഫിക്കൽട്ട് ആണെങ്കിലും അത് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അത് ആ ചാനലിന് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൊടുക്കണം എന്ന് വിശ്വസിക്കുന്നതാണ്. വേറെ ചോദ്യം ഒന്നുമില്ല. ഇപ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും സംസാരിക്കുന്നുണ്ട്. കാരണം കുടുംബത്തിലാണെങ്കിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തെ അബ്യൂസ് നേരിടുന്ന സ്ത്രീകളെ ഞങ്ങൾ ഡെയിലി കാണുന്നുണ്ട്. അപ്പോൾ അത് ഒരു പാർട്ടാണ്, അത് ശരിയാണ്. പക്ഷെ അതുപോലെ തന്നെ എല്ലാ ജെൻഡറിലുള്ള ആൾക്കാർക്ക് എഗനിസ്റ്റും അറ്റാക്കും കൊലപാതകങ്ങളും അതൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മെൻ്റൽ ഹെൽത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് വളരെ ക്രൂരമായിട്ട്, അല്ലെങ്കിൽ ഒട്ടും എമ്പതി ഇല്ലാതെ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടുന്ന സെക്യൂരിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ കുറേ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ തന്നെയാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തേക്ക് വന്ന് സംസാരിക്കാൻ പാകത്തിനൊക്കെ അവർ പ്രാപ്തിയുള്ളവരായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇപ്പോഴും ഒരുപാട് പേര് ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പിൽ കുരുങ്ങി കിടക്കുന്നുണ്ട്. അത് പലതും സ്നേഹത്തിൻ്റെ പേര് പറഞ്ഞാണ് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആ റിലേഷൻഷിപ്പിലുള്ളത് ശരിക്കുള്ള സ്നേഹമല്ല, നമുക്ക് ഈ അബ്യൂസറിനോട് പലപ്പോഴും ഉണ്ടാവുന്നത് ഒരു ട്രോമ ബോണ്ടാണ് എന്നുള്ള കാര്യം പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല. പല റിലേഷൻഷിപ്പിലും, ഇപ്പോൾ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഈവൻ സൗഹൃദം ആയിക്കോട്ടെ, ഈവൻ പേരൻസുമായിട്ടുള്ള ബന്ധമായിക്കോട്ടെ, പലപ്പോഴും റിലേഷൻഷിപ്പ് ഭയങ്കര ടോക്സിക് ആവുന്ന സമയത്തും നമ്മൾ ഈ സ്ത്രീകളോടൊക്കെ പറയും, ഇത്ര അബ്യൂസ് നേരിട്ടിട്ടും നിങ്ങളല്ലാതെ ആരെങ്കിലും ഈ ബന്ധത്തിൽ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുമോ എന്ന് പറയുമ്പോൾ അവർ പറയും, പക്ഷെ കാര്യം എന്തൊക്കെ പറഞ്ഞാലും ചേട്ടന് ഞാനില്ലാണ്ട് പറ്റൂല, എനിക്ക് പുള്ളിയില്ലാണ്ട് പറ്റൂല എന്ന് പറയും. പക്ഷെ അത് ശരിക്കുള്ള സ്നേഹമല്ല, ദേ ഹാവ് എ ട്രോമ ബോണ്ട്. അത് വർഷങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ഈ അപ്പകഷ്ണത്തിനോട് നമുക്ക് തോന്നുന്നൊരു സ്നേഹം എന്ന് പറയുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിരിക്കും എല്ലാ ട്രോമാറ്റിക് റിലേഷൻഷിപ്പിലും. പെട്ടെന്ന് വന്നൊരു മാപ്പ് പറഞ്ഞ് ഭയങ്കര സ്നേഹം കാണിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ആ സ്നേഹത്തിന് വേണ്ടിയിട്ട് കുരുങ്ങി പോകുന്ന ട്രോമ ബോണ്ട് ഒരുപാട് പേരുടെ റിലേഷൻഷിപ്പിലുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന കുറച്ചും കൂടി ഒരു ബെറ്റർ മെൻ്റൽ ഹെൽത്ത് ഉള്ളൊരു വേൾഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാ ജെൻഡറിനും ഉണ്ടാവട്ടെ എന്നാണ്. അങ്ങനെയുള്ളപ്പോൾ മാത്രമാണ് നമ്മൾ ഈ പറയുന്ന സ്വാതന്ത്ര്യവും ഫ്രീഡവും മറ്റൊരു ജെൻഡറിനെ റെസ്പെക്ട് ചെയ്യാനുള്ള മാനസികാവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. എൻ്റെ ഒരു ചോദ്യം, ഈ ബുക്കിൻ്റെ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട്, ഈ ഭൂമിയിലെ സകല. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആ കോൺവേഴ്സേഷൻ 10:30 വരെ ഇരുന്ന് കേട്ടിട്ടാണ് നമ്മൾ BKS ഇറങ്ങിയ ബഹ്റിൻ കേരളീയ സമാജത്തിൽ നിന്ന്. സോ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയം, നല്ല ഗ്രൂപ്പ് ഓഫ് സംഘാടകരും ഉള്ളൊരു പരിപാടിയായിരുന്നു അത്. ഇനിയും ഇങ്ങനത്തെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. സോ ഇഫ് ദർ ഇസ് എ ചാൻസ് ഐ വിൽ ഡെഫിനറ്റ്ലി ഗോ വിത്ത് മൈ ഹസ്ബൻഡ്. ദെൻ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് നടന്നിട്ടാണ് പോയത്. നടക്കുന്ന വഴിക്ക് ഓരോരോ കാഴ്ചകൾ, ഒരു ചേർച്ചാണ് കേട്ടോ അത്. സോ ക്രിസ്മസ് കൂടി ആയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നല്ല രസമായിരിക്കുന്നു തോന്നുന്നു. ക്രിസ്മസ് അടുക്കുന്തോറും കടകളിലൊക്കെ ക്രിസ്മസ് കാഴ്ചകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. തിരിച്ച് നടന്നു പോകുന്ന വഴിക്ക് ഈ നടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ റോഡും പിന്നെ സ്ഥലങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് അടുത്തറിയാൻ പറ്റും. പിന്നെ എനിക്ക് വേറെ എക്സസൈസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ നടത്തം ഒരു മാൻഡേറ്ററി തിങ്ങാണ്. അപ്പോൾ നമ്മൾ പൊതുവേ പ്രിഫർ ചെയ്യാറ് ബസ്സിനേക്കാളും നടക്കാൻ തന്നെ. ഇങ്ങോട്ട് ബസ്സിലാണ് വന്നതെങ്കിലും തിരിച്ച് നമ്മൾ നടക്കാനാണ് ഉദ്ദേശിച്ചത്. സോ ഒരു 35 മിനിറ്റ്സ് വാക്ക് ഉണ്ടായിരുന്നു. വഴിയിൽ നിന്ന് കടയിൽ നിന്ന് കുറച്ച് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു. ഇത്രയും ലോങ് നടത്തായതുകൊണ്ട് ഓക്കെ നമുക്ക് നടക്കണ വഴിക്ക് ജ്യൂസ് കുടിക്കാൻ പറഞ്ഞിട്ട് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്കും ലൈം ജ്യൂസും മേടിച്ചു. എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ല, ലെമണാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഫ്ലേവർ. സോ ഏട്ടൻ സ്ട്രോബെറി കഴിച്ചു, ഞാൻ ലെമൺ കഴിച്ചു. ദെൻ നമ്മുടെ വീട് എത്താറായി. അവിടെ ഒരു ഖബ്രിസ്ഥാൻ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇത് നമുക്കൊരു പോയിൻ്റാണ് കേട്ടോ എത്താറായി എന്നറിയാൻ, പ്രത്യേകിച്ച് എനിക്കൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ലാൻഡ് മാർക്ക് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുക. ഓക്കെ ഇപ്പോൾ നമ്മളിവിടെ എത്തി എന്നൊക്കെ പറയട്ടെ. അതിൻ്റെ ആ സ്തൂപം നല്ല ഭംഗിയുള്ളൊരു സംഭവം കേട്ടോ കാണാൻ, ലൈറ്റ്സൊക്കെ ആയിട്ട്. പുസ്തകോത്സവത്തിൻ്റെ അനുഭവം അപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ കുഞ്ഞൊരു റസ്കിൻ ബോണ്ടിൻ്റെ ബുക്ക് മേടിച്ചിട്ടാണ് പോകുന്നത്.
എനിക്ക് റീഡ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എന്തായാലും അതിൻ്റെ അനുഭവം ഷെയർ ചെയ്യാം കേട്ടോ.